PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അസറ്റ്സ് വിച്ച് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഈസ് കോൾഡ്. The assets which have no physical existence is called. ഉത്തരം ഇൻടാഞ്ചിബിൾ അസറ്റ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറയുന്നത്. ഗുഡ് വിൽ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് ഉദാഹരണങ്ങളാണ്. ഡാഷ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ബുക്ക് കീപ്പിംഗ്. ഡാഷ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ബുക്ക് കീപ്പിംഗ്. ഉത്തരം ലൂക്ക പസിയോളി. ബുക്ക് കീപ്പിങ്ങിൻ്റെ ഫൗണ്ടർ ആരാണ്? ലൂക്ക പസിയോളി. ലൂക്ക പസിയോളി നമുക്കറിയാം ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത് ലൂക്ക പസിയോളിയാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷനെ ഓർഡർ അനുസരിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിങ്ങിൻ്റെ ഫൗണ്ടർ ലൂക്ക പസിയോളി. Basic function of accounting is to dash. Basic function of accounting is to dash. ഉത്തരം record all business transactions of monetary nature. മണി വാല്യൂ ഉള്ള ബിസിനസ് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഫങ്ഷൻ. ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു റെക്കോർഡ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓഫ് മോണിറ്ററി നാച്ചർ. നമുക്കറിയാം മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മോണിറ്ററി വാല്യൂ ഉള്ള ബിസിനസ് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ. ദ ഓൾട്ടർനേറ്റീവ് ടു ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് കോൾഡ് ഡാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ദ ഓൾട്ടർനേറ്റീവ് ടു ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് കോൾഡ് ഡാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഉത്തരം അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അതായത് രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ് സിസ്റ്റംസ് ഉണ്ട്. ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങും അതുപോലെ അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്ങും. ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ അക്രൂവൽ ബേസിസിൽ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ് സിസ്റ്റംസ് ഉണ്ട്. ക്യാഷ് ബേസിസ് സിസ്റ്റം ആൻഡ് അക്രൂവൽ ബേസിസ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഈ രണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതാണ് ബുക്ക് കീപ്പിംഗ്. ദ പ്രോസസ് ഓഫ് ഇനിഷ്യലി റെക്കോർഡിംഗ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ്. ദ പ്രോസസ് ഓഫ് ഇനിഷ്യലി റെക്കോർഡിംഗ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ്. ഉത്തരം ജേർണലൈസിംഗ്. ജേർണൽ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ബുക്ക്. അതിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ജേർണലൈസിംഗ് എന്ന് പറയും. അപ്പോൾ ജേർണൽ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയാണ്. ജേർണലിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഡേറ്റ് വൈസിൽ റെക്കോർഡ് ചെയ്യും. ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ജേർണലൈസിംഗ് എന്നാണ് പറയുന്നത്. ദ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ എ കമ്പനി ഈസ് കളക്റ്റീവ്ലി റെഫേർഡ് ടു ആസ്. ദ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ എ കമ്പനി ഈസ് കളക്റ്റീവ്ലി റെഫേർഡ് ടു ആസ്. ഉത്തരം ലെഡ്ജർ. ജേർണൽ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയാണ്. എന്നാൽ ലെഡ്ജർ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രിയാണ്. ദ പ്രിൻസിപ്പാൽ ബുക്ക് എന്ന് പറയുന്നത് ലെഡ്ജറാണ്. ലെഡ്ജറിൽ വരുന്നത് ദ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ലെഡ്ജർ എന്ന്. ഈ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്കാണ് ട്രാൻസാക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എൻട്രീസ് ഫ്രം ദ ജേർണൽ ടു ദ ലെഡ്ജർ ഈസ് കോൾഡ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എൻട്രീസ് ഫ്രം ദ ജേർണൽ ടു ദ ലെഡ്ജർ ഈസ് കോൾഡ്. ഉത്തരം പോസ്റ്റിംഗ്. ആദ്യം ജേർണലിൽ റെക്കോർഡ് ചെയ്യും. നരേഷൻ ജേർണലുമായി ബന്ധപ്പെട്ടതാണ്. ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ജേർണലൈസിംഗ് എന്ന് പറയുന്നു. ജേർണലിൽ നിന്ന് ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പോസ്റ്റിംഗ് എന്ന് പറയും. ലെഡ്ജർ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രിയാണ്, അല്ലെങ്കിൽ ദ പ്രിൻസിപ്പൽ ബുക്ക് ആണ്.
അസറ്റ് വിൽ ഓൾവേസ് ഹാവ് എ ഡാഷ് ബാലൻസ്. അസറ്റ് വിൽ ഓൾവേസ് ഹാവ് എ ഡാഷ് ബാലൻസ്. ഉത്തരം ഡെബിറ്റ് ബാലൻസ്. അസറ്റ് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അസറ്റ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ ലയബിലിറ്റി അക്കൗണ്ട് ആണെങ്കിൽ അതെപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നമുക്കറിയാം ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് നോർമലി ഡെബിറ്റ് ബാലൻസ് ആണ്. ഇനി ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അസറ്റ് വിൽ ഓൾവേസ് ഹാവ് എ ഡെബിറ്റ് ബാലൻസ്. ഡാഷ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട്സ് വിച്ച് എ ബിസിനസ് ഓവ്സ് ടു അതേഴ്സ്. ഡാഷ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട്സ് വിച്ച് എ ബിസിനസ് ഓവ്സ് ടു അതേഴ്സ്. ഉത്തരം ലയബിലിറ്റീസ്. ലയബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ് അല്ലെങ്കിൽ കമ്പനി പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മൾ കൊടുക്കാനുള്ള ബാധ്യതകളെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അസറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ആസ്തികളാണ്. ഡാഷ് ഈസ് എ റിട്ടൺ എവിഡൻസ് ഓഫ് എ ട്രാൻസാക്ഷൻ. ഡാഷ് ഈസ് എ റിട്ടൺ എവിഡൻസ് ഓഫ് എ ട്രാൻസാക്ഷൻ. ഉത്തരം വൗച്ചർ. ഒരു ട്രാൻസാക്ഷൻ്റെ റിട്ടൺ എവിഡൻസ് ആണ് വൗച്ചർ. ഓരോ ട്രാൻസാക്ഷനും ബുക്കിൽ എൻട്രി ചെയ്യുന്നത് സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ സോഴ്സ് ഡോക്യുമെൻറ്റിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. ഓരോ മോണിറ്ററി ട്രാൻസാക്ഷനും വൗച്ചർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. ഈ വൗച്ചർ വെച്ച് ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യുന്നതിനെ വൗച്ചിങ് എന്നാണ് പറയുന്നത്. ഓഡിറ്റിങ്ങിൻ്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് വൗച്ചിങ് ആണ്. വൗച്ചർ ഈസ് എ റിട്ടൺ എവിഡൻസ് ഓഫ് എ ട്രാൻസാക്ഷൻസ്. ഡാഷ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ എൻ്റർപ്രൈസസ് ഹാസ് നോ ഇൻറ്റൻഷൻ ഓഫ് ക്ലോസിംഗ് ദ ബിസിനസ്. ഡാഷ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ എൻ്റർപ്രൈസസ് ഹാസ് നോ ഇൻറ്റൻഷൻ ഓഫ് ക്ലോസിംഗ് ദ ബിസിനസ്. ഉത്തരം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സിനൊരു ലോങ് ലൈഫ് ഉണ്ട് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഡാഷ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ഓണർ ഓഫ് ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ക്യാപിറ്റൽ. ഡാഷ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ഓണർ ഓഫ് ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ക്യാപിറ്റൽ. ഉത്തരം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ്. രണ്ടിനും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചാണ് ഓണർ ക്രെഡിറ്റർ ആവുന്നതും അതുപോലെ ക്യാപിറ്റൽ ലയബിലിറ്റി ആവുന്നതും. ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആവുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ചാണ്. ഡാഷ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ഓണർ ഓഫ് ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ക്യാപിറ്റൽ. ഉത്തരം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. According to dash concept, all the expenses incurred to earn revenue of a particular period should be charged against the revenue to determine the net income. According to dash concept, all the expenses incurred to earn revenue of a particular period should be charged against the revenue to determine the net income. Uttaram matching concept. According to matching concept, all the expenses incurred to earn revenue of a particular period should be charged against the revenue to determine the net income. Interest on capital is credited to dash account. Interest on capital is credited to dash account. Uttaram capital account. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ഓണർക്കും ബിസിനസ്സിനും സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. ഓണർ ക്രെഡിറ്ററാണ്. അതുപോലെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. ഇതെവിടെ ക്രെഡിറ്റ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഡെബിറ്റ് നോട്ട് ഈസ് കണക്റ്റഡ് വിത്ത് ഡാഷ് ബുക്ക്. ഡെബിറ്റ് നോട്ട് ഈസ് കണക്റ്റഡ് വിത്ത് ഡാഷ് ബുക്ക്. ഉത്തരം പർച്ചേസ് റിട്ടേൺസ്. പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട സോഴ്സ് ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഡെബിറ്റ് നോട്ട് നമ്പർ ഏത് ബുക്കിലാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പർച്ചേസ് റിട്ടേൺ ബുക്കാണ്. പർച്ചേസ് റിട്ടേണിനെയാണ് റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഡാഷ് ബുക്ക് മീൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഡാഷ് ബുക്ക് മീൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഉത്തരം ക്യാഷ് ബുക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാഷ് ബുക്ക് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്.
ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ലയബിലിറ്റിയാണ്, ഷോർട്ട് ടൈം ലയബിലിറ്റിയാണ്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലവഡ് ബൈ ഡാഷ് ടു ഡാഷ്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലവഡ് ബൈ ഡാഷ് ടു ഡാഷ്. ക്യാഷ് ഡിസ്കൗണ്ട് ആർക്ക് അനുവദിക്കുന്നതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ക്രെഡിറ്റർ ടു ഡെറ്റർ. ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് ക്രെഡിറ്ററാണ്. ആർക്കാണ്? ഡെറ്റർക്ക് അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് ക്യാഷ് തരാനുള്ള ആൾ കൃത്യസമയത്ത് തിരിച്ചു തരുമ്പോൾ അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് കിട്ടാനുള്ള ആളെ ക്രെഡിറ്റർ എന്നും ക്യാഷ് തരാനുള്ള ആളെ ഡെറ്റർ എന്നുമാണ് പറയുന്നത്. അപ്പം പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് ക്രെഡിറ്റർ ഡെറ്റർക്ക് അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന ഡിസ്കൗണ്ടാണ്. വേറൊരു ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട്, അത് ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിക്കുന്നതാണ്. അത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതല്ല. ക്യാഷ് ഡിസ്കൗണ്ട് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലവഡ് ബൈ ക്രെഡിറ്റർ ടു ഡെറ്റർ. ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ്. ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ്. ഉത്തരം ഓണേഴ്സ് ഇക്വിറ്റി. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി അക്കൗണ്ടാണ്. ക്യാപിറ്റലിൻ്റെ വേറൊരു പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി. അൺറിട്ടൺ പോർഷൻ ഓഫ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഡാഷ്. അൺറിട്ടൺ പോർഷൻ ഓഫ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഡാഷ്. ഉത്തരം ഫിക്റ്റീഷ്യസ് അസറ്റ്. അതായത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു എക്സ്പെൻസിൻ്റെ ബെനിഫിറ്റ് ഒരു കൊല്ലത്തിന് മുകളിൽ ഒന്നിൽ കൂടുതൽ വർഷങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻസസ് എന്ന് പറയുന്നത് അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷം മാത്രമാണ് നിലനിൽക്കുന്നത്. ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്ക് ഒരു എക്സ്പെൻസിൻ്റെ ബെനിഫിറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഉദാഹരണം പ്രിലിമിനറി എക്സ്പെൻസസ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, പ്രോസ്പെക്ടസ് പ്രിൻറ്റിംഗ് ചാർജസ്, അതുപോലെ ബിസിനസ് ഓഫീസ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വരുന്ന എക്സ്പെൻസ്, ഹെവി അഡ്വർടൈസ്മെൻറ്റ്, ഇതെല്ലാം ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണങ്ങളാണ്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഓരോ ഭാഗം ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. റൈറ്റ് ഓഫ് ചെയ്യാത്തത് അസറ്റാണ്. അത് ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അതാണ് ഇവിടെ ചോദ്യം. അൺറിട്ടൺ പോർഷൻ ഓഫ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ്. ഉത്തരം ഫിക്റ്റീഷ്യസ് അസറ്റ്. Contingent liabilities are shown as a footnote in the balance sheet as per dash accounting principles. Contingent liabilities are shown as a footnote in the balance sheet as per dash accounting principles. Contingent liabilities ബാലൻസ് ഷീറ്റിൻ്റെ ഫുട് നോട്ടായിട്ട് കാണിക്കുന്നത് ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? ഉത്തരം ഫുൾ ഡിസ്ക്ലോഷർ. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന ഒരു ലയബിലിറ്റീസാണ്, വിച്ച് മേ ഓർ മേ നോട്ട് എറൈസ് ഇൻ ഫ്യൂച്ചർ. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ഫുട് നോട്ടായിട്ട് കാണിക്കും ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് അനുസരിച്ച്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ആസ് എ ഫുട് നോട്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് പെർ full disclosure accounting principles. The value of an asset after reducing depreciation is called. The value of an asset after reducing depreciation is called. ഉത്തരം ബുക്ക് വാല്യൂ. ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള അസറ്റിൻ്റെ വാല്യൂവിനെ ബുക്ക് വാല്യൂ എന്നാണ് പറയുന്നത്. റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടൺ ഡൗൺ ബാലൻസ് മെത്തേഡിൽ ഈ ബുക്ക് വാല്യൂവിൻ്റെ ബേസിസിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള മെത്തേഡുകളുണ്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്. പ്രധാനമായിട്ട് അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അതുപോലെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ഡിപ്രീസിയേഷനാണ് കാണിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിനെയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ ബുക്ക് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ മാറി മാറി വരും. ആദ്യത്തെ വർഷത്തേക്കാളും കൂടുതൽ ആവാം അടുത്ത വർഷം, അങ്ങനെയായിരിക്കും. ഈ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിനെയാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് വാല്യൂവിൻ്റെ ബേസിസിൽ ഡിപ്രീസിയേഷൻ കാണുന്നത്
ഏത് മെത്തേഡാണെന്ന് ചോദിച്ചാൽ അത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ്. ഉത്തരം എമൗണ്ട് റിസീവബിൾ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് അത് ക്യാഷ് നമുക്ക് കിട്ടാനുള്ളതാണ്. എമൗണ്ട് റിസീവബിൾ ആണ്, അല്ലെങ്കിൽ സൺട്രി ഡെറ്റേഴ്സ് ആണ്. അതുപോലെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് എമൗണ്ട് പേയബിൾ ആണ്, ലയബിലിറ്റി ആണ്. അത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. എ സസ്പെൻസ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ ഡാഷ് എറേഴ്സ്. എ സസ്പെൻസ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ ഡാഷ് അക്കൗണ്ട്. ഉത്തരം വൺ സൈഡഡ് എറേഴ്സ്. ട്രയൽ ബാലൻസിലെ വൺ സൈഡഡ് എറേഴ്സ് റെക്ടിഫൈ ചെയ്യുന്നതിനാണ് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. സസ്പെൻസ് അക്കൗണ്ട് എവിടെയാണ് കാണിക്കുന്നത് ചോദിച്ചാൽ അത് ഉത്തരം ബാലൻസ് ഷീറ്റാണ്. അതുപോലെ ട്രയൽ ബാലൻസിലെ ഡിഫറൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം സസ്പെൻസ് അക്കൗണ്ടാണ്. ട്രയൽ ബാലൻസിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. ഇനി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു. ഉത്തരം ഓവർ ഹെഡ്. ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂട്ടുന്നതാണ് ഓവർ ഹെഡ്. ഇനി ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഈസ്. ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഈസ്. ഉത്തരം വർക്കിംഗ് ക്യാപിറ്റലാണ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ് ഈസ് കോൾഡ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അക്കൗണ്ടൻസിയിൽ നിന്നും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.